ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്നും റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. എല്ലാവരുടെയും പരാതിയാണ് അയാൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ഇടാത്തതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ആ പരാതി അങ്ങ് തീർക്കുവാണേ. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കുടുംബ സംഗമം എന്നൊക്കെ പറയത്തില്ലേ, നമ്മളെ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ടൊക്കെ ഒത്തുകൂടുന്നത്. അതിൽ ഒരു ചെറിയൊരു ട്രിപ്പ്, കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്താണ്ട് കുറച്ച്, അതായത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഫാമിലിയെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പൊന്മുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതുള്ളത് കല്ലാറിലാണ്. പൊന്മുടി പോകുന്ന റൂട്ടിൽ ഉള്ളൊരു സംഭവമാണ്. അവിടെ ജസ്റ്റ് നമ്മൾ ഇറങ്ങി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ നിന്നു. അപ്പോൾ അങ്ങ് അപ്പുറത്തെ സൈഡിലേക്ക് ആൾക്കാരൊക്കെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ചൂട് തുടങ്ങിയല്ലോ, അതായിരിക്കാം. പക്ഷേ അങ്ങ് ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ, നല്ല ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് മുന്നേ, കല്ലാർ അപകടം എന്നൊക്കെ കേട്ടിട്ടില്ലേ അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോയി. അത് ഞാൻ മുന്നൊരിക്കൽ പോയതാണ്. അത് പാതി വഴിയിൽ പോയിട്ട് പിന്നെ ഞാൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോവില്ല. പകുതി വരെ പോകുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഊപ്പാടഞ്ചി വരും. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഡിഫിക്കൽട്ട്. ആ വഴികൾ എന്താ പറയുക, നമ്മൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. അതായത് അത്രയ്ക്ക് ഭയങ്കര ടഫ്. ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് തന്നെ ഒരു മെനക്കേടായിട്ടുള്ളൊരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഒരു വട്ടം പോയപ്പോൾ ഞാൻ മടിച്ചതാണ്. പിന്നെ വീണ്ടും ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് നടന്നു. പക്ഷേ എൻ്റെ പൊന്നോ, തിരിച്ച് പോയിട്ട് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് ടഫ്. എന്താണെന്ന് വെച്ചാൽ വഴി ഒട്ടും ശരിയല്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ അവിടെ ഇരുന്ന സെക്യൂരിറ്റി എടുത്ത് പറയുകയും ചെയ്തു, ഈ വഴി ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ. അതായത് അത്രയ്ക്ക് ഇത് നമുക്ക് കാണണമെങ്കിൽ ഇത്രയും നമ്മൾ പാടുപെട്ട് അതിൻ്റെ മേലെ ചെല്ലുമ്പോൾ ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം, അതായത് ഒരു പാറയിൽ നിന്നും വെള്ളം വരുന്നത്, അതാണ് കാണുന്നത്. അങ്ങനെ പൊന്മുടി പോകുന്ന റൂട്ടിലൊരു പ്ലേസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ മിക്ക പ്രാവശ്യം പോകുമ്പോൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുവഴി പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ പ്ലേസ് അവിടെ ഒന്നും ഇല്ല. പിന്നെ അല്ലെങ്കിൽ വണ്ടി ഏതെങ്കിലും സൈഡിലൊക്കെ നിർത്തിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് കഴിക്കണം. ഇതാകുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് കഴിക്കാം. തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മേലെ പൊന്മുടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പാറയുടെ മേലെ പോയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നോടെ. എന്താ പറയുക, ഭയങ്കര തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. സഹിക്കാൻ പറ്റാത്ത കാറ്റും തണുപ്പും. പക്ഷേ എന്താ പറയുക, പടച്ചവൻ്റെ ഒരു എന്താ പറയുക, പടച്ചവൻ്റെ ഒരു ഇതാണ്. ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴേ എന്തൊരു ഭംഗിയാണ്. ഈ പ്ലേസിന് നമ്മളെല്ലാം വരച്ചിട്ടതുപോലെ കിടക്കുന്നുണ്ട്. പടച്ചവൻ്റെ ഓരോ കുതിരത്ത് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം, ഒരു 6 മണി വരെയൊക്കെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഫുഡ് വിശക്കുന്നെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഇത്രയും താഴത്തുനിന്ന് മേലെ ചെന്നു. അപ്പോൾ അവിടെ കോഫി ഷോപ്പ് ഉണ്ട്. നേരത്തെ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോഴാണ് എൻ്റെ പൊന്നോ, അവിടുത്തെ ടോയ്ലറ്റിലേക്ക് അടുക്കാൻ പറ്റാത്ത സ്മെല്ലും കാര്യങ്ങളും. അതുപോലെ തന്നെ വെള്ളം ഇല്ല. അത്രയ്ക്ക് ഭയങ്കര സ്മെല്ലെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ല്. അതുപോലെ തന്നെ വെള്ളമില്ല. അതായത് ഇത്രയും ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നൊരു പ്ലേസാണ്. ഒരു 10,000 ആൾക്കാർ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പാടുപെട്ട് താഴ്ന്ന് മേലെ ചെന്ന് നമ്മളത് ആസ്വദിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനുഷ്യന്മാരല്ലേ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമാണ് ഈ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ അവിടെ വെള്ളമില്ല എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ വേറൊരു നാട്ടിൽ പോയാൽ, ഇപ്പോൾ വിദേശത്തൊക്കെ പോയാൽ അവിടത്തേക്ക് ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ എന്ത് ക്ലീനാണ്, എന്ത്
ഓരോ ആൾക്കാർ കയറി കഴിഞ്ഞാൽ അപ്പോഴേ അത് നീറ്റ് ചെയ്യുക. ഇതെൻ്റെ പൊന്നോ, മനുഷ്യൻ കിറങ്ങിപ്പോകുന്ന അവസ്ഥ, അത്രയ്ക്ക് സ്മെല്ല്. പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ റിപ്പബ്ലിക് ഡേക്ക് അവിടെ ചെന്നപ്പോൾ ഉണ്ടായ അവസ്ഥ. 2025 റിപ്പബ്ലിക് ഡേക്ക് പൊന്മുടിയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ. അതുപോലെ തന്നെ കോഫി ഷോപ്പ് ഒക്കെ അടച്ചു, 5 മണി വരെ ഉള്ളെന്ന് പറഞ്ഞു. 5 മണി കഴിഞ്ഞതുണ്ടായിരിക്കുക, അതൊക്കെ ക്ലോസ് ആയിരുന്നു. എന്നാൽ ഒരു വെള്ളമോ അല്ലെങ്കിൽ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളെങ്കിലും അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു എങ്കിൽ പിള്ളേർക്ക് നമുക്ക് മേടിച്ച് കൊടുക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം. അതുപോലെ തന്നെ പാർക്കിൻ്റെ കാര്യം പറയണം. പാർക്കൊക്കെ ഭയങ്കരമായിട്ട് പൊളിഞ്ഞതായിട്ട് കിടക്കും. അതുപോലെ തന്നെ മറ്റേ നിരങ്ങി വന്നിട്ട് വീഴുന്ന സംഭവമൊക്കെ പിള്ളേരെ ഇടിക്കുന്ന രീതിയിൽ മറ്റേ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് സിമെൻറ്റ് വെച്ചിട്ട്. ഇത്രയും വിനോദസഞ്ചാരികൾ വരുന്നൊരു നമ്മളെ നാട്ടിലൊരു പ്ലേസായിട്ട് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ഇതിൽ നിന്നും ഇങ്ങനെ വരുമ്പോൾ അതൊരു ഭയങ്കര വിട്ടുവീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഇതാണ്. അത് കഴിഞ്ഞ് നമ്മൾ താഴെ വന്നിട്ട് ചായയും കഴിച്ച് പഴംപൊരിയൊക്കെ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് വീടെത്തിയപ്പോൾ 9:30-10 മണിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ വരെ. ടാറ്റാ.